കണ്ടായിട്ട് ഒന്നാന്തരം വാർണിംഗ് അലാറം അടിച്ചുകൊണ്ടിരുന്നവർ ആരൊക്കെയുണ്ട്? സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിട്ടുണ്ടായി കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കാർക്കും അറിയത്തില്ലല്ലോ. ദൈവഭാഗ്യത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്കായപ്പോൾ നേരെ സുധിയിലോട്ട് തിരിച്ചു കേട്ടോ. അവിടെ സെയിൽ നടക്കുവാണല്ലോ. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് സുധിയിൽ പോകണമെന്ന്. ഇടയ്ക്ക് ഞാനൊന്ന് വെസ്റ്റേഡിൽ കയറിയായിരുന്നു. അവിടെ സെയിൽ നടക്കുവാണല്ലോ. പക്ഷേ അത്യാവശ്യം കളക്ഷനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നും തന്നെ മേടിക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സുധിയിൽ വന്നപ്പം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. 299 ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. അപ്പോൾ ഞാൻ ചെരുപ്പും കൂടെ മേടിക്കാൻ കണക്കാക്കിയിട്ടാണ് സുധിയിലോട്ട് പോയത്. ഞാൻ അവിടെ നിന്ന് അത്യാവശ്യം ചെരുപ്പൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ബില്ലിങ് ചെയ്യാനൊക്കെ ഒത്തിരി നേരം ക്യൂ നിന്നതിന് ശേഷമാണ് ബില്ലൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയത്. അല്ലൂസ് ഓടുന്ന ഓട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒന്നും തന്നെ തോന്നുന്നില്ലല്ലേ? പക്ഷേ അല്ലൂസ് അടുത്ത നിമിഷം തെന്നി പറഞ്ഞ് ഇതാ കിടക്കുന്നു. ഞാൻ അവിടെ ഓടല്ലേ എന്ന് പറയുന്നതാണ്, പക്ഷേ അവൾ കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവളുടെ കരച്ചിലും വിഷമമൊക്കെ കേട്ട് അവിടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ലുലുവിലോട്ടാണ്. അവിടെ ചെന്ന് പറഞ്ഞാൽ അല്ലൂസ് ഓടി പിടിച്ച് ചെന്ന് കയറിയത് ആ ക്യാൻഡി ഷോപ്പിലാണ് കേട്ടോ. പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കിടിലം വെറൈറ്റി ക്യാൻഡീസാണ്. പിള്ളേരെ പറ്റിക്ക് എന്തൊക്കെ ക്യാൻഡീസല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ ഫണ്ടൂരയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാനും നോക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി. അല്ലൂസിന് കുറച്ച് KFC ചിക്കനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇല്ലേ അതൊക്കെ സംഭവിക്കുള്ളൂ. അങ്ങനെ മേടിച്ച് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കണക്റ്റിലോട്ട് പോയി. ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ കണക്ട് എന്ന് പറയുന്നത്. ചേട്ടൻ പിന്നെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് ആയതുകൊണ്ട് ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ കാണാനും മേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടൊരു സാധനം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വീടെത്തി. എനിക്ക് ഓൾറെഡി നല്ല തലവേദനയായിരുന്നു. രാവിലത്തെ ഹാങ് ഓവർ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലൂസിൻ്റെ ഫ്രണ്ട് നമുക്ക് ബിരിയാണി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.